പുതിയ നിയമത്തിൽ യേശു നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 33-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. പക്ഷേ അതന്വേഷിക്കാൻ നമ്മൾ പലപ്പോഴും തയ്യാറാവില്ല. യേശുവേ, എനിക്ക് നല്ലൊരു ആത്മീയ ജീവിതം തരണമേ, അവിടുത്തെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണമേ, ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ചുരുക്കമായിരിക്കും. നമ്മളിൽ പലരും ഭൗതികതയിൽ 1-ാം സ്ഥാനം കണ്ടെത്താൻ ആഗ്രഹിക്കുന്നു. ദാവീദ് രാജാവ് പാപത്തിൽ വീണ് പിന്നീട് അനുതാപത്തിലോട്ട് വരുമ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട്. സങ്കീർത്തനങ്ങൾ 51-ാം അധ്യായം 11-ാം വാക്യത്തിൽ നാം അത് കാണുന്നു. അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ, അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ. പക്ഷേ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവർ ചുരുക്കമായിരിക്കും. ഈ ലോകത്തിൻ്റെ സുഖങ്ങളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ആത്മീയതയെ അതിനുള്ള ഉപകരണമാക്കി മാറ്റുന്നവരുണ്ട്, യഥാർത്ഥ ആത്മീയതയെ തിരിച്ചറിയാതെ. അവരൊക്കെ കപടഭക്തിക്കാരാണെന്ന് പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്നു. ദൈവം നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ നിറവേറ്റി തരും, പക്ഷേ അതിനെ മാത്രം ദൈവത്തെ സമീപിക്കരുത്. നമ്മൾ ദൈവത്തോടു കൂടെ നല്ലൊരു കൂട്ടായ്മയിൽ ആയിരുന്നാൽ, അവിടുത്തെ ഇഷ്ടത്തിനൊത്ത് ജീവിച്ചാൽ, നമ്മളെ തന്നെ ദൈവത്തിന് പൂർണ്ണമായും വിട്ടുകൊടുത്ത് ദൈവഹിതത്തിനെ പൂർണ്ണമായും സമർപ്പിച്ചാൽ, നമ്മുടെ ഏതൊരു ഭൗതികാവശ്യവും ഒരു പക്ഷേ നാം ചോദിക്കുന്നതിന് മുമ്പേ അവിടുന്ന്